ഈ രാജ്യത്തെ എല്ലാവരും വിഡ്ഢികളാണ്. വിളകൾക്ക് വെള്ളം നനയ്ക്കാൻ അവർ മണ്ടന്മാരാണ്. അതിനാൽ വിളകൾ വളരില്ല. പക്ഷേ അവർ ടോയ്ലറ്റുകൾ ഫ്ലഷ് ചെയ്യാൻ വെള്ളം ഉപയോഗിക്കുന്നു. നവജാത ശിശുക്കൾ പോലും ഇത് കുടിക്കുന്നു. വിളകൾക്ക് വെള്ളം ആവശ്യമാണെന്ന് ജോൺ അവരോട് വിശദീകരിച്ചു. പക്ഷേ ഈ വിഡ്ഢികൾ അവനെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റു മാർഗമില്ലാതെ വിളകളോട് സംസാരിക്കാമെന്ന് അയാൾക്ക് അവകാശപ്പെടേണ്ടി വന്നു. വിളകൾക്ക് വെള്ളം ആവശ്യമാണെന്ന് ജോൺ എല്ലാവരോടും പറഞ്ഞു. അതാണ് ഒടുവിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയത്. എല്ലാ പ്രദേശങ്ങളും പാനീയങ്ങളിൽ നിന്ന് ജലസേചനത്തിനായി വെള്ളത്തിലേക്ക് മാറി. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് ശേഷവും ഭൂമിയിൽ ഒന്നും വളർന്നില്ല. ഒരു ദിവസം രാവിലെ ഒരു ജനക്കൂട്ടം ജോണിന്റെ സ്ഥലം വളഞ്ഞു. പാനീയങ്ങൾ വെള്ളമാക്കിയത് ടാങ്കിലേക്ക് പാനീയ വിൽപ്പനയ്ക്ക് കാരണമായി. അതുമൂലം ടൺ കണക്കിന് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. എല്ലാവരും ജോണിനെതിരെ വിരൽ ചൂണ്ടി. അങ്ങനെ ജോണിനെ വീണ്ടും ജയിലിലടച്ചു. അവനെ ശിക്ഷിക്കാൻ അവൻ കാലിലൊരു വലിയ പാറ കെട്ടി. അവരവനെ പോരാട്ട വേദിയിലേക്ക് അയച്ചു. ഈ രണ്ട് ഭീമൻ മെക്കുകളെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ജോൺ സ്വതന്ത്രനാകും. പക്ഷേ അവർ ജോണിനൊരു ചെറിയ കാർ മാത്രമേ നൽകിയുള്ളൂ, കൂടാതെ പാറക്കല്ലും. ഇത് അടിസ്ഥാനപരമായി ഒരു വധശിക്ഷയായിരുന്നു. വഴക്കിൽ ഇതിലും വലിയ ഒരു മനുഷ്യയന്ത്രം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഡ്രൈവർ വളരെ മണ്ടനായിരുന്നു. ഒടുവിൽ സ്വയം കുഴിച്ചിടുകയായിരുന്നു. അതിനിടയിൽ എല്ലി മണ്ണിൽ വളരുന്ന പൂക്കൾ കണ്ടെത്തി. ജോണിനെ രക്ഷിക്കാൻ എല്ലി മൈക്കിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഓടി. ഭൂമി മുഴുവൻ വിളകൾ വളരുന്നത് അവൾ കണ്ടു. ഒടുവിൽ അവൾക്ക് പ്രസിഡന്റിനെ കാണാൻ കഴിഞ്ഞു. പക്ഷേ പ്രസിഡന്റിന് അവൾ പറഞ്ഞതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എല്ലി ഒരു ക്യാമറാമാനെ കണ്ടെത്തി. വളരുന്ന വിളകൾ തത്സമയം പ്രക്ഷേപണം ചെയ്യാൻ അവർ വയലുകളിലേക്ക് പോയി. പക്ഷേ ക്യാമറാമാൻ അവിടെ എത്തിയപ്പോൾ അവർ എന്തിനാണ് വന്നതെന്ന് പൂർണ്ണമായും മറന്നു. പിന്നെ ഇരുവരും തർക്കിക്കാൻ തുടങ്ങി. തർക്കത്തിനിടയിൽ മൈക്ക് ക്യാമറാമാന്റെ മുഖത്ത് ഇടിച്ചു. ക്യാമറ മണ്ണിൽ വീഴുകയായിരുന്നു. വളരുന്ന വിളകളുടെ ദൃശ്യങ്ങൾ എല്ലി വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരും പൂർണ്ണമായും ഞെട്ടി. ഭക്ഷണത്തിന്റെ നിലവിളി ഒടുവിൽ പരിഹരിച്ചു. ആ നിർണായക നിമിഷത്തിൽ ജോണിനെയും രക്ഷിക്കാൻ പ്രസിഡന്റിന് കഴിഞ്ഞു. ജോണിന് മാപ്പ് കിട്ടിയതായും നിരപരാധിയാണെന്നും അദ്ദേഹം എല്ലാവരോടും പ്രഖ്യാപിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മൈക്ക് ഒടുവിൽ അവരെ ടൈം മെഷീനിലേക്ക് കൊണ്ടുവന്നു. ടൈം മെഷീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ കാർ ഒരു ഇലക്ട്രിക് ടോയ് കാർ മാത്രമായിരുന്നു. അവസാനം ജോൺ ആ രാജ്യത്തിന്റെ പ്രസിഡന്റായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന മന്ത്രിയോ എംഎൽഎയോ നമ്മുടെ നാട്ടിലുണ്ടോ?